ഞങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞു, എൻ ഡി എയുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ എൻ ഡി എയുടെ ഒപ്പം തന്നെ തുടരും. ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ ഇന്റർവ്യൂ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം വളരെ വ്യക്തമായി തന്നെ എൻ ഡി എയുമായിട്ടുള്ള യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതങ്ങനല്ല, അത് പഞ്ചായത്ത് തലത്തിലുണ്ട്. പഞ്ചായത്ത് തലം മുതലുള്ള ജില്ല കോട്ടയത്ത് നടന്നൊരു സമ്മേളനത്തിൽ അവിടെ പലതരത്തിലുള്ള ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ചിലർക്ക് വിടണമെന്നും ചിലർ വിടണ്ടെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഏതാണ്ട് പ്രമേയം പാസ്സാക്കിയെന്നും മറ്റുമുള്ള വാർത്തകൾ വന്നത് തെറ്റാണ്. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുകയോ അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. തീർച്ചയായും കഴിഞ്ഞ ദിവസം നടന്ന എൻ ഡി എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നഡ്ഡാജി അവിടെ വെച്ച് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ബി ഡി ജെ എസിന്റെ പ്രാധാന്യം കേരളത്തിൽ എന്താണ് എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള ഏറ്റവും എല്ലാ മുഖ്യമന്ത്രിമാരെല്ലാവരും ഇരുന്ന് അവിടെ വെച്ച് പറയുകയുണ്ടായി. ഞങ്ങൾ ആകെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു 10-12 പേര് മാത്രമാണുള്ളത്. അതിലാണ്ട് 3 മുഖ്യമന്ത്രിമാരുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവരിടത്തും പറഞ്ഞത് കാര്യം കഴിഞ്ഞ ഇങ്ങനെ ബി ഡി ജെ എസിന് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായി, അതിനുശേഷം അവിടെ എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഇങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നത് ഞാൻ തന്നെ കേട്ടോണ്ടിരുന്ന കാര്യമാണ്. അവരുടെ ചർച്ചകളിലും ഒക്കെ പറയുന്നത്. എന്നിട്ടും ബി ജെ പിയിൽ നിന്നൊരു അംഗീകാരം, പ്രത്യേകിച്ച് ബോർഡ് കോർപ്പറേഷൻ ആണെങ്കിലും രാജ്യസഭ അങ്ങനെ ഒരു പ്രാതിനിധ്യം ബി ഡി ജെ എസ് കിട്ടുന്നുണ്ടോ? ഞങ്ങളുടേതാണ് ഈ സ്പൈസസ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് ഞങ്ങൾ വെച്ചിട്ടുള്ള ആളാണ്. ഇത്ര നാൾ ഇരുന്നതാണ്. ഇപ്പൊ അടുത്ത ദിവസം അതിന്റെ പോസ്റ്റ് പിന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാൻ ഞങ്ങളുടെ ആളാണ്. അതുകൂടാതെ ഇപ്പോഴത്തെ ടൂറിസം ഡയറക്ടർ ഞങ്ങളുടെ ആളാണ്. അങ്ങനെ പല പോസ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എം പി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞ് ഞാൻ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞതാണ്. എനിക്ക് നേരത്തെ എന്നോട് പറഞ്ഞതാണ്. ഞാൻ അന്ന് വളരെ സ്നേഹബുദ്ധിയാ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുമാണ്. നേരത്തെ പറഞ്ഞത് അത് ഞാൻ പാർട്ടി തുടങ്ങിയ സമയത്ത് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. എല്ലാ സാഹചര്യത്തിൽ അങ്ങനെ ഞാനിപ്പോ അന്നൊരു സ്ഥാനം എടുത്താൽ എന്താ പറയാൻ വേണ്ടി പോകുന്നത്, ബി ഡി ജെ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി എനിക്ക് എം പി ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് നാളെ വ്യാഖ്യാനിക്കും ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ. അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. അല്ല, അത് വരുമ്പോൾ ഞങ്ങൾ പിന്നെ എടുക്കാമല്ലോ. ഇപ്പൊ ഞാനൊരു നോമിനേറ്റഡ് ആയിട്ട് വരുന്നതും എലക്ടഡ് ആയിട്ട് വരുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി ഉടൻ തന്നെ ഞാൻ മാത്രം സ്ഥാനം എടുത്താൽ ശരിയാവില്ലല്ലോ. അതിനകത്ത് സംബന്ധിച്ചോളം അത് ഇപ്പം സമയമായി കഴിയുമ്പോൾ അതിന്റെ വേണ്ട തീരുമാനങ്ങൾ എടുക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏതാണെങ്കിലും എൻ ഡി എയോടൊപ്പം എന്നൊരു കാര്യം മനസ്സിലാക്കി. കാരണം എൻ ഡി എയെ സംബന്ധിച്ചോളം ഒന്നുമില്ലാത്ത സമയത്ത് ഞങ്ങൾ കൂടിയവരാണ്. അന്ന് ഏതാണ്ട് 6% വോട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ കൂടി. അത് 16% വോട്ടായി. അത് പിന്നെ 22% വോട്ടായി. ഒരു എം പി ഉണ്ടായി. 2 എം പിമാർക്ക് വെറും നിസ്സാരമായ വോട്ടിനാണ് തോക്കുകയുണ്ടായത്. ഈ തരത്തിൽ വളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പറയുന്ന കഴിഞ്ഞ നിങ്ങൾ ചെറുതായി എടുത്ത് ഇന്ത്യയിലെ മൊത്തം എൻ ഡി എയുടെ വളർച്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ച എടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന യു പി ഉൾപ്പെടെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും 2%, 3% വോട്ടുകളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 10-15 വർഷക്കാലം മുമ്പ്. അവിടുന്നാണ് ഗ്രോ ചെയ്ത് ഇവിടം വരെ വരികയുണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ പെട്ടെന്നുള്ള വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ ഡി എയെ സംബന്ധിച്ചോളം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥിരമായി ഭരണങ്ങൾ കണ്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം എന്ന് പറഞ്ഞാൽ. സൌത്ത് ഇന്ത്യയെ സംബന്ധിച്ചോളം എൻ ഡി എക്ക് വളരാനുള്ള ഒരുപാട് സാധ്യത കിടക്കുകയാണ്. കാര്യം സൌത്ത് ഇന്ത്യയെ സംബന്ധിച്ചോളം എൻ ഡി എ വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ത് എന്ന് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിനെ ആശ്രയിച്ചാണ് പൊതുവെ ഇവിടുത്തെ ജനങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നത്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം വളരെയധികം ഉള്ള നമ്മുടെ പ്രദേശത്ത് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുവാനുള്ള, വ്യവസായം വളരുവാനുള്ള, ഇന്ത്യക്ക് ഡെവലപ്മെന്റ് നടക്കുന്നതിനൊപ്പം നമ്മളും വളരുവാൻ സാഹചര്യം ഇവിടെ എൻ ഡി എ ഉണ്ടായാലേ നടക്കൂ എന്ന് സാധാരണക്കാരന് മനസ്സിലാവും. അതിന്റെ ഗുണം അടുത്ത ഇലക്ഷനിൽ തീർച്ചയായും എൻ ഡി എക്ക് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി മാത്രമല്ല, ഇവിടെ ബി ഡി ജെ എസിലുള്ള എല്ലാവരും എൻ ഡി എയുമായി ഹാപ്പി ആയിട്ടല്ല ഞങ്ങൾ പോകുന്നത്. അല്ല, അങ്ങനല്ലേ എന്നെ മാത്രം ഇവിടുത്തെ പേര് പറയണ്ട, ഞാൻ മാത്രമല്ലല്ലോ ബി ഡി ജെ എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്ത് ബി ജെ പി വളർച്ച എന്ന് പറയുമ്പോഴും ബി ജെ പിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നം വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്.
പ്രശ്നമുണ്ട്. പലപ്പോഴും ഗ്രൂപ്പിസം അതുപോലെ തർക്കം തന്നെ ഈ സംസ്ഥാന ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ ആലപ്പുഴ അടക്കം പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ അങ്ങനെ ഒരു തിരുത്തലിന് വേണ്ടിയിട്ട് BDS എന്തെങ്കിലും ശ്രമിക്കും? BJP നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിലെ NDAയുടെ കൺവീനർ എന്ന നിലയിൽ, സംസ്ഥാന കൺവീനർ എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തും BDS? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം അവരുടെ അകത്തുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യുന്നതിന് അവരെ സംബന്ധിച്ചോളം വളരെ നിസ്സാരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഴിവുള്ള നേതാക്കന്മാരുള്ള സ്ഥലത്ത് ഞാൻ അതിനകത്ത് ഇടപെടാൻ ആളല്ല. അത് അവർ കൃത്യമായി റിപ്പയർ ചെയ്തോളും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ. അതിന് കഴിവുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നവരുമാണ്. പിന്നെ അത് ഈ പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ 10 ഇരട്ടിയല്ലേ കോൺഗ്രസ് UDF അതിനേക്ക് എന്താ മോശമുള്ള LDF അവിടേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് കാണുന്ന ഒരാളാണ്.